ഹലോ, ഇന്നൊരു ഹോം ടൂറാണ്. വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ റോഡിലേക്ക് കാണിക്കുന്നത്. കാരണം മുറ്റം തീരെ കുറവാണ്. അതുകൊണ്ട് മുറ്റത്ത് നമ്മൾ വീട്ടിലേക്ക് കയറി മുറ്റത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്ന ദൃശ്യമാണ് ഇങ്ങനെയാണ് ഉണ്ടാവുക. മുറ്റം തീരെ കുറവായതുകൊണ്ടാണ് റോഡ് നേരെ വരുന്ന മുറ്റത്തേക്കാണെന്ന് തോന്നുന്നു. തെക്ക് ഭാഗത്ത് വീട്ടിൻ്റെ തെക്ക് ഭാഗമാണ് കാണുന്നത്. സ്ഥലം കുറവാണ്. അതിൻ്റെ കൃഷിയൊന്നും അവിടെ നടക്കില്ല. ഉള്ള സ്ഥലത്ത് 4-5 പ്ലാസ്റ്റിക് ബാഗുകളിൽ മണ്ണ് നിറച്ച് നല്ല മുളകോ അതുപോലെ നല്ല ബേഡ്സിന് കൊടുക്കുന്ന തീറ്റയോ പിന്നെ ഇതൊരു ഒക്കെയാണ് ഉണ്ടാവുക. അതിലിടയ്ക്ക് നമുക്ക് ഒരു ഗസ്റ്റ് വന്നു. ഒരു പൂച്ചയും 4 മക്കളും. അവർ ഞങ്ങളെ കൂടെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുത്തു. അങ്ങനെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് പുറത്ത് പോവും, തള്ളയുടെ കൂടെ വീണ്ടും തിരിച്ചു വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ പോയിട്ട് 4 ദിവസമായി. ഇതുവരെ കാണുന്നില്ല. വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. പൂച്ചക്കുട്ടികളൊക്കെ ഒരു എന്താ പറയുക, അതിനോട് സ്നേഹമുള്ളവർക്ക് അതിൻ്റെ ഒരു ഇഷ്ടം തോന്നുകയുള്ളൂ. അല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ ചുറ്റുപാട്. എങ്ങനെയാണ് അവർ ഈ സമയത്തൊക്കെ അവരാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ മുറ്റത്തേക്ക് വന്നാൽ നടുമുറ്റത്തിനൊരു തെങ്ങുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് വടക്കോട്ട് വന്നാൽ നമ്മളൊരു പ്ലാവുണ്ട്. ഒരു 4-5 വർഷമായി. അടുത്ത വർഷം കായ്ക്കുമായിരിക്കും. തൊട്ടടുത്തായിട്ടൊരു മാവും അതേ സമയത്ത് വാങ്ങിച്ചതാണ്. പക്ഷേ പ്ലാവ് നല്ലവണ്ണം വലുതായിട്ടുണ്ട്. ഉയരത്തിലാണ് പോകുന്നത്. പിന്നെ ഒരു സപ്പോട്ട മരമുണ്ട്. സപ്പോട്ട കായ്ച്ചു തുടങ്ങി. പിന്നെ നമ്മുടെ സപ്പോട്ട നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതിൻ്റെ കൊമ്പ് പരന്നിട്ടുണ്ട്. പിന്നെയുള്ളതൊരു പേരക്ക മരമാണ്. പേരക്ക മരത്തിൻ്റെയും സപ്പോട്ടയുടെയും തെങ്ങിൻ്റെയൊക്കെ ഇടയിലായിട്ട് പൂള, ചേമ്പ് മുതലായവ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2-3 പൂള ഉള്ളത് പറിച്ചിരുന്നു. അപ്പോൾ അതേ സ്ഥാനത്ത് തന്നെ വീണ്ടും കപ്പ കൃഷി നടത്തുകയാണ്. അതിന് കുറച്ച് ചണ്ടിയെല്ലാം വെച്ച് വെണ്ണീരിട്ട് കുറച്ച് മണ്ണ് കൊണ്ട് അതിനെ തടം മാടി കൊടുക്കണം. ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതവിടെ അങ്ങനെ വലുതായിക്കൊള്ളുന്നതുപോലെ 5-6 മാസം കഴിയുമ്പോൾ പറിച്ചാൽ കപ്പ റെഡി ആയിരിക്കും. പിന്നെ ചേമ്പ് ഇതുപോലെ തന്നെ തീരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മളെ തെങ്ങാണിത്. വലിയ കുഴപ്പമില്ലാതെ കായ തരുന്നുണ്ട്. തെങ്ങിന് കാര്യമായിട്ട് ഞങ്ങൾ വളമൊന്നും കൊടുക്കാറില്ല. ഇവിടെയുള്ള വല്ല ചണ്ടികളും ചമ്മൽ, ചപ്പ്. പിന്നെ ഇതൊരു ചട്ടി കുരുമുളകായിരുന്നു. ഈവൻ ചട്ടിയിൽ നിന്ന് കുറച്ച് വലുതായി. അതോടുകൂടി ചട്ടി പൊട്ടി. പിന്നെ അവനെ തെങ്ങിൻ്റെ ഒരു മൂലയിലേക്ക്, തെങ്ങിൻ തടത്തിൻ്റെ ഒരു മൂലയിലേക്ക് മാറ്റി. അവിടെ നിന്ന് വളരുന്നുണ്ട്. പിന്നെ ഇതുപോലെ മഞ്ഞൾ, പിന്നെ ഒരു പൂള പറിക്കാനായതിപ്പോൾ നമ്മൾ പറിക്കുകയാണ്. അത് ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഒരു 1-1.5 കിലോ കാണാം. അതൊക്കെ മതി. നമ്മളൊന്നും വളമിട്ട് കൊടുക്കാതെ വരുന്നതല്ലേ. പിന്നെ കൈതച്ചക്ക ഇഷ്ടമാണ്. അതുകൊണ്ട് 1-2 ഐറ്റം കൈതച്ചക്കയും ഉണ്ട്. പിന്നെ മണ്ണിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് മണ്ണും 4 പഴയ ചാക്കും ഉണ്ടെങ്കിൽ സ്ഥലമൊന്നും വേണ്ട. നമുക്ക് ഉള്ള സ്ഥലത്ത് ഉള്ള പോലെ കൃഷി ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്തൊരു തെങ്ങാണ്. ഈ തെങ്ങും അത്യാവശ്യം കായ തരുന്നുണ്ട്. നന്നായിട്ട് കായ്ക്കാറുണ്ട്. ഇതൊക്കെയാണ് ഇങ്ങനെ 2-3 തെങ്ങ്. പിന്നെ പറഞ്ഞ മരങ്ങൾ, ഇതെല്ലാം ഈ ഇത്തിരി സ്ഥലത്ത് ഒരു 7 സെൻറ്റ് സ്ഥലത്തിലാണ് ഇതെല്ലാം. ഇത് 3ാമത്തെ തെങ്ങ്. ഇപ്പോൾ നമ്മളെ മുറ്റത്ത് ഇവൻ അത്യാവശ്യം നന്നായിട്ട് കായ്ക്കും. ഇവന് കാര്യമായിട്ട് വളമൊന്നും കൊടുക്കാറില്ല, ഒന്നുമില്ല. ഉണ്ടാവും. ഇതാണ് നമ്മളെ. ഇനി നമുക്ക് വീട്ടിൻ്റെ അകത്തേക്ക് കയറാം. അകത്ത് നമുക്ക് വലായിൽ നിന്ന് അകത്തേക്ക് കയറിയാൽ ഹാളിലേക്കാണ്. ഹാളിൽ കാര്യമായിട്ട് ഫർണിച്ചറുകളൊന്നുമില്ല. 2 ബെഡ്റൂമാണ് താഴെയുള്ളത്. ഹാളിൽ കുട്ടികൾക്ക് കിട്ടിയ കുറേ
മൊമെൻറ്റോകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഹാളിൻ്റെ ഈ മറുഭാഗത്ത് നിന്നാണ് മേലേക്ക് ഉള്ള കോണി തുടങ്ങുന്നത്. സ്റ്റെപ്പ് കയറി പോയാൽ മുകളിലെത്തുന്നത് ഹാളിലേക്കാണ്. ഹാളിൽ കാര്യമായ ഫർണിച്ചറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. തൽക്കാലം ഇരിക്കാനുള്ള സീറ്റുകളോ മേലെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൃശ്യമാണ്. നമ്മുടെ അയൽവാസികളുടെ വീടും അങ്ങ് ദൂരെ കാണുന്നത് വയനാടൻ ചുരത്തിലേക്കുള്ള ഒരു മലയാണ്. പിന്നെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്ന ഒരു ഹാളിൽ നിന്ന് കിടക്കുന്ന ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമിൽ ഒന്ന് പുറത്തേക്ക് വന്ന് ഹാളിൽ നിന്ന് അടുത്ത ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിയാണ്. ഈ ബെഡ്റൂമിൽ ആകെ 2 ബെഡ്റൂമാണ് മേലെയുള്ളത്. അത് കഴിഞ്ഞ് താഴെ ഇറങ്ങിയാൽ താഴെ ഒരു മെയ്ഡ് റൂമുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഡൈനിങ് ആണ്. ഡൈനിങ് ടേബിൾ, പിന്നെ കുറച്ച് സ്റ്റോറേജ് കബോർഡുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്കാണ്. കിച്ചണിൽ എന്തോ തിളയ്ക്കുന്നുണ്ട്. പിന്നെ കിച്ചൺ ഉപകരണങ്ങളും ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ എല്ലാ കിച്ചണിലും കാണുന്ന പോലെ ഈ കിച്ചണിലും കാണാം. അടുപ്പത്ത് എന്തൊക്കെ വേവുന്നുണ്ട്. അത് കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്നത് നമ്മളെ ലവ് ബേഡ്സിൻ്റെ കൂടാണ്. അത്യാവശ്യം 10-60 ലവ് ബേഡ്സ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പിന്നെ ലവ് ബേഡ്സിനെ എലിയോ പാമ്പോ എല്ലാം തിന്ന് കുറേ വരുന്നൊന്നും കാണില്ല. അങ്ങനെ കുറേ അവർ പറന്നും പോയി. ബാക്കിയുള്ള ഇപ്പോൾ ഒരു ജോഡി ലവ് ബേഡ്സാണുള്ളത്. അവരാണ് ഇരിക്കുന്നത്. ഓരോ മക്കളുണ്ട്. 3-4 കുഞ്ഞുങ്ങളൊരു കൂട്ടിനകത്തുണ്ട്. ഇത്രയൊക്കെയുള്ളൂ ഹോം ടൂർ ഇവിടെ തീരുകയാണ്. കുറച്ച്